കേരളം കണ്ട ഏറ്റവും വലിയ വേനൽ എന്ന് തന്നെ പറയണം നമ്മൾ കടന്നു പോകുന്ന ഈ ദിവസങ്ങളെ. അത്രയധികം കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. വേനൽ അവധി കാലമാണ്. പക്ഷെ അപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ നാട്ടിൽ, അംഗനവാടികൾ. ഇത്രയും കടുത്ത ചൂടിലും അംഗനവാടികൾ തുറന്നു തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ കടുത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികൾ എത്തണമെന്ന് നിർബന്ധമില്ല എന്ന വിശദീകരണമാണ് മറുപടിയായി ലഭിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ള കുട്ടികൾക്ക് വീട്ടിൽ തന്നെ തുടരാം എന്നും വനിതാ ശിശു വികസന വകുപ്പിന്റെ വിശദീകരണം എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ അംഗനവാടികൾ അടച്ചാൽ നിരവധി സ്ത്രീകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും കുട്ടികളുടെ പോഷകാഹാര വിതരണത്തിലും തടസ്സങ്ങൾ ഉണ്ടാകുമെന്നുമാണ് വനിതാ ശിശു വികസന വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കാരണങ്ങളാലാണ് അംഗനവാടികൾ തുറന്നു പ്രവർത്തിക്കുന്നത് എന്നാണ് വിശദീകരണത്തിൽ പറയുന്നത്. ചൂട് തുടരുന്ന സാഹചര്യത്തിൽ അംഗനവാടികൾ പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് രാവിലെ 10 മുതൽ 3 വരെ അംഗനവാടികൾക്ക് പുറത്തുള്ള പ്രവർത്തനങ്ങൾ പാടില്ല എന്നതാണ് മുഖ്യമായി പറയുന്നത്. തിളപ്പിച്ചാറ്റിയ ശുദ്ധജലം കുട്ടികൾക്ക് നൽകണമെന്നും മതിയായ വായു സഞ്ചാരം അംഗനവാടിക്കുള്ളിൽ ഉണ്ടെന്ന് ഉറപ്പാക്കണമെന്നും പറയുന്നുണ്ട്. കുട്ടികൾക്ക് ഭക്ഷണത്തിൽ പഴവർഗ്ഗങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്നും ഫാൻ സൗകര്യമില്ലാത്ത അംഗനവാടികളിൽ അത് ലഭ്യമാക്കാനുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുടെ ലക്ഷണം കുട്ടികൾ കാണിച്ചാൽ ഉടൻ തന്നെ ആരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്നും ചികിത്സ ഉറപ്പാക്കണമെന്നുമുള്ളതും മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട്. താപനില ക്രമാതീതമായി വർദ്ധിച്ചു വന്നാൽ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നാണ് വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്.